ഇന്നൊരു പേട്ടപ്പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ അഭിനയിച്ചേക്കുന്നത് ഷൈനണ്ണൻ കാരണം ഇനി വന്ന് മലയാള സിനിമ സബ് ടൈറ്റിൽ ഇട്ട് കാണേണ്ട അവസ്ഥയായി. ബെസ്റ്റ്. പിന്നെ ഈ പടത്തിൽ ഒരു ഫ്രീക്കത്തി ഉണ്ട്. എന്റെ പൊന്നു കൊല ഡാൻസറാണ് ഈ പടത്തില്. పొట్టి పొట్టి గౌనే వస్తే పట్టి పట్టి చూస్తారు. ఒక్క కాదు గౌను కాదు కట్టిల్లోన ఏముంది. നമ്മുടെ ഷൈനണ്ണന് ഫ്രീ കേച്ചിനെ ഭയങ്കര ഇഷ്ടാ. ഫ്രീ കേച്ചി അപ്പം ഞാൻ ഇഷ്ടാന്ന് പറയണെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കണമെന്ന് പറയും. അപ്പം നമ്മുടെ ഷൈനണ്ണൻ ഡാൻസ് കളിക്കും. നമ്മുടെ ഷൈനണ്ണൻ്റെ ഡാൻസ് കാണുമ്പോൾ നമ്മുടെ ഫ്രീ കേച്ചി ഷൈനണ്ണനോട് ഇഷ്ടാന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിൽ ഏതോ മച്ചന്മാര് ഡാൻസ് കളിക്കുന്നത് കാണിക്കും. മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ. ഈ ഡാൻസ് കളിച്ചത് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ എന്നിട്ട് ഡാൻസ് കളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. അപ്പം എന്നെ അങ്ങോട്ട് വേറൊരു ഡൂഡ് വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കണ്ടടാ, നമ്മളും കൂടി ഡാൻസ് കളിച്ചാലേ പടം 1.5 മണിക്കൂർ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് വെറുതെ ഡാൻസ് കളിക്കടാ എന്ന് പറഞ്ഞിട്ട് അവർ എന്നിട്ടാണ്ടൊക്കെ കാട്ടി കൂട്ടും ഒരു 5 മിനിറ്റ്. എന്നിട്ട് പിന്നെ കാലത്ത് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ക്രഷിനെ കാണാനായിട്ട് പോവും. Baby calm down, get this your body, put my head for lockdown, oh lockdown, get you sweet like phantom. പിന്നെ അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ ഫ്രീക്ക് മച്ചാൻ വീണ്ടും ഡാൻസ് കളി സ്റ്റാർട്ട് ചെയ്യും. ഹോയ് 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 ഹോയ്. അപ്പം എന്നെ അങ്ങോട്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ബാസിയണ്ണൻ വരും. ബാസിയണ്ണൻ വന്നിട്ട് ഇനി ഈ ഡാൻസ് മതി, നമുക്ക് ഇനി കുറച്ച് നേരം ബ്രേക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഫ്രീക്ക് മച്ചാനെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കും. പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ. ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്നിട്ട് ഇത് എന്തിനാണിത്? എൻ്റെ പൊന്നു സാറ് 1.5 മണിക്കൂർ പടം എത്തിക്കണ്ടതിന് വേണ്ടിയാ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പിന്നെ നമ്മുടെ ഷൈനണ്ണനും ഫ്രീ കേച്ചിയായിട്ടുള്ള കല്യാണം ഉറപ്പിക്കും. ഈ കാര്യം ഷൈനണ്ണൻ്റെ അമ്മ നമ്മുടെ ബാസിയണ്ണനോട് പറയും. ബാസിയണ്ണൻ എന്നിട്ട് ആ പെണ്ണിൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ ഇവിടെ എനിക്കറിയാം അവള് ഉടായിപ്പാണ്, എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം എന്ന് പറയും. എന്നിട്ട് ഈ കാര്യം നമ്മുടെ ഷൈനണ്ണനോട് ഇവർ പോയി പറയും. ഷൈനണ്ണൻ എന്നിട്ട് ദേഷ്യം കയറിയിട്ട് ഫ്രീ കേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് എന്നിട്ടേക്കോ പറയും. ഇത് ഏത് ഭാഷയാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പറഞ്ഞേ അങ്ങനെ കല്യാണം മുടങ്ങും. ഫ്രീ കേച്ചിയുടെ അമ്മ മേയറാണ്. അപ്പൊ ആ കല്യാണം മുടക്കിയവന്മാരെ വീട് കത്തിക്കാൻ ആളെ വിടും. അങ്ങനെ അവർ രണ്ടുപേരും ആ പഞ്ചായത്തിൽ നിന്ന് മുങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കാലമേ പോയിടാം നേടിടാം പൂക്കളായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. പിന്നെ ഒരു ദിവസം ഫ്രീക്ക് മച്ചാനുള്ള സ്ഥലത്തേക്ക് ഒരു ഡൂഡ് വന്നിട്ട് പറയും ഫ്രീക്ക് മച്ചാന്റെ ക്രഷിനെ വീട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന് പറയും. കല്യാണം കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യനെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. ഞാനില്ല. പിന്നെ ഫ്രീക്ക് മച്ചാൻ ഫ്രീക്ക് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് സോറി പറഞ്ഞിട്ട് ഷൈനണ്ണനെ കല്യാണം കഴിക്കാൻ പറയും. അപ്പം നമ്മുടെ ഫ്രീക്ക് ചേച്ചി അതിനെന്താ കല്യാണം കഴിക്കാലോ എന്ന് പറയും. പിന്നെ ഷൈനണ്ണനെ അവിടെ വെച്ചിട്ട് നമ്മുടെ ബാസി അണ്ണനെ കാണും. പിന്നെ ഷൈനണ്ണൻ ഫ്രീ കേച്ചിനെ കല്യാണം കഴിക്കും. ഫ്രീക്ക് മച്ചാൻ ക്രഷിനെ കല്യാണം കഴിക്കും. അങ്ങനെ പടം കഴിയും. പിന്നെ മറ്റേ കളി ഉണ്ടല്ലോ അത് കളിക്കും. ഹോയ് 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 ഹോയ്. അങ്ങനെ പടം കഴിഞ്ഞു.